നൃപൻ, ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദമായി തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. ഗൃഹസന്ദർശന പരിപാടിയെക്കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക വീടുകളിലേക്കും CPIMന്റെ പ്രവർത്തകരെത്തി ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി. ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഷമ്മി, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം, അതായത് വലിയ തരത്തിലുള്ള മുന്നേറ്റം CPIMനും LDFനും ഉണ്ടാക്കാനായില്ല. കാരണം നേരിയ പലതരത്തിലും, അതായത് രാഷ്ട്രീയപരമായ മുന്നേറ്റമല്ല UDFന്. തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ UDFന് വർധനമുണ്ടായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലും UDFന് വർധനമുണ്ടായിട്ടുണ്ട്. ഇത് ഒരു തിരിച്ചടിയായി തന്നെ CPIM വിലയിരുത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPIMന്റെ സംസ്ഥാന സമിതി യോഗം ഇത് സമഗ്രമായി പരിശോധിച്ചു. അതിനു മുമ്പ് തന്നെയാണ് ഗൃഹസന്ദർശന പരിപാടി CPIM ആസൂത്രണം ചെയ്യുകയും LDFന്റെ നേതൃത്വത്തിൽ വിവിധ നേതാക്കൾ സമാനമായ സന്ദർശനം നടത്തുകയും CPIM അതിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി, ജില്ലാ സെക്രട്ടറിമാർ, ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ള ഏരിയ സെക്രട്ടറിമാർ വരെയുള്ള എല്ലാ നേതാക്കളും, ജനപ്രതിനിധികളടക്കം CPIMന്റെ നേതൃത്വത്തിൽ വീട് വീടാന്തരം കയറി ജനങ്ങളുടെ നിർദ്ദേശങ്ങളും ഈ കാര്യങ്ങളിലുള്ള അവരുടെ അഭിപ്രായം എന്താണ് എന്ന കാര്യം ആരാഞ്ഞു. അതിനുശേഷമാണ് CPIMന്റെ സംസ്ഥാന സമിതി യോഗം കഴിഞ്ഞ ദിവസം ചേർന്ന ശേഷം വ്യക്തമായ വിലയിരുത്തൽ നടത്തിയത്. ആ വിലയിരുത്തലിൻ്റെ സംബന്ധിച്ച CPIMന്റെ വിലയിരുത്തലാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി AK സെൻറ്ററിൽ നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു സർക്കാർ വിരുദ്ധ വികാരമില്ല, ഭരണവിരുദ്ധ വികാരമില്ല. അത് വസ്തുത തന്നെയാണ്. അത് വിവിധ തരത്തിൽ ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കുമ്പോൾ നമുക്കത് വ്യക്തവുമാണ്. പക്ഷേ ഒരു ആശയക്കുഴപ്പം ജനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള സന്ദേഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ CPIMനെ സംബന്ധിച്ച്, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും മാധ്യമങ്ങൾ തള്ളിയ പുകമറ അത് ഏറെക്കുറെ ജനങ്ങളിൽ ബാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ സെൻസിറ്റീവായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി BJPയും UDFും ഒരേ പാറ്റേണിലുള്ള നുണപ്രചരണം നടത്തിയെന്നതാണ്. അതാണ് പോറ്റിയെ കയറ്റി തുടങ്ങിയ പാരഡി കാര്യങ്ങളടക്കം വരുന്നത്. അത് ജനങ്ങൾക്കിടയിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾക്കും BJPക്കും UDFനും ഒരുപോലെ കഴിഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പല കാര്യങ്ങളെ സംബന്ധിച്ച്, സർക്കാരിൻ്റെ ഭരണപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും കേന്ദ്രവുമായി ബന്ധപ്പെട്ട പല പദ്ധതികളെ സംബന്ധിച്ചും, ഒപ്പം തന്നെ ചില മേഖലകളിൽ, പ്രത്യേകിച്ച് ചില മേഖലകളിൽ ഈ SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പോലും അത് ഇടതുപക്ഷമാണ് നടപ്പിലാക്കുന്നത് എന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടായ വികാരങ്ങൾ, അതായത് BJP സർക്കാരിനെതിരെ ഉണ്ടായിട്ടുള്ള പ്രചരണങ്ങൾ, ലീഗ് അടക്കമുള്ള കക്ഷികൾ മലബാർ പോലത്തെ പ്രദേശങ്ങളിൽ പിണറായി വിജയനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ അത് ബോധപൂർവമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് വാട്സപ്പ് വഴിയും ഒപ്പം തന്നെ പേഴ്സണലായി വോട്ട് ചോദിക്കാൻ സ്ഥലങ്ങളിലൊക്കെ തന്നെ പല വോയിസ് ക്ലിപ്പുകളും പല വീഡിയോകളും അതിനുശേഷമാണ് പുറത്തു വന്നത്. ഇങ്ങനെ ലീഗ് അടക്കമുള്ള കക്ഷികളും ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി, ഒപ്പം തന്നെ വർഗീയ കക്ഷികളെല്ലാം ഒന്നിക്കുകയും വ്യാപകമായി നുണ ഫാക്ടറികളിൽ നിന്ന് വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി CPIMനെയും LDFനെയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നുണപ്രചരണങ്ങൾക്ക് മാധ്യമങ്ങൾ വഴി കൊണ്ടുപിടിച്ച ശ്രമമുണ്ടായി. അത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വീട് വീടാന്തരം കയറി ഇറങ്ങി CPIMന്റെ പ്രവർത്തകരും പാർട്ടി നേതാക്കളും MLAമാരും ജനപ്രതിനിധികളൊക്കെ സംസാരിക്കുമ്പോൾ തങ്ങൾക്ക് പലതരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പമാണ് രണ്ടാമത് നമ്മൾ MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണമായി നമ്മൾ നൽകിയ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഏത് തരത്തിലാണോ UDFും പ്രത്യേകിച്ച് BJPയും പ്രചരിപ്പിച്ചിരുന്നത്, രണ്ടാം ഘട്ടത്തിൽ SITയുടെ അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ ജനങ്ങൾക്ക് അത് പൂർണ്ണമായി ബോധ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഒപ്പം തന്നെ എന്തുകൊണ്ട് മാധ്യമങ്ങളോട് ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് ഈ SIT അന്വേഷണം നിർണായകമായ സോണിയാഗാന്ധിയിലേക്കും ഒപ്പം തന്നെ സ്വർണ്ണ വ്യാപാരിയും സ്വർണ്ണം കൊള്ള ചെയ്തയാളും ഒന്നിച്ചുള്ള ചിത്രം വരുന്നു, അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട ചിത്രം വരുന്നു, ആൻ്റണിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് അതേ ഉശിര് രണ്ടാം ഘട്ടത്തിൽ ഇല്ലാതെ പോയത്? കാരണം SIT അന്വേഷണം സംബന്ധിച്ച് CPIMും LDFും നേരത്തെ എടുത്ത നിലപാട് തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സുതാര്യമായ അന്വേഷണം തുടരട്ടെ. ആരാണ് ശബരിമല നിന്ന് ഒരു തരി സ്വർണം ആരെടുത്തിരുന്നാലും അതിലൊരു തരത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസമില്ല, അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം എന്നതായിരുന്നു CPIMന്റെ നിലപാട്. തീർച്ചയായും നൃപൻ.